നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓരോ ദിവസവും സ്കൂൾ, ഓഫീസ്, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ പോലുള്ള ആളുകൾ നിറഞ്ഞ ഇടങ്ങളിലേക്ക് പോകുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ഈ അന്തരീക്ഷം ഒരുപാട് രോഗാണുക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവയൊന്നും നമ്മൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാത്തത് ശരീരത്തിന്റെ തന്നെ രോഗപ്രതിരോധ ശക്തി കൊണ്ടാണ്. നമ്മുടെ മൊബൈലുകൾക്ക് ടെമ്പേർഡ് ഗ്ലാസ് വേണമെന്ന പോലെ തന്നെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഇമ്മ്യൂണിറ്റി. പക്ഷെ അതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെയും അമ്മമാരുടെയും റെസിപ്പിയായ 3 വില്ലേജ് സ്റ്റൈൽ ആയുർവേദ ഡ്രിങ്ക്സ് ആണ്. ഇവ ഒരിക്കൽ പരീക്ഷിച്ചാൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളവയോട് നമ്മൾ നോ പറഞ്ഞിരിക്കും, അത് തീർച്ചയാണ്. ആദ്യമായി പറയാൻ പോകുന്നത് തുളസി കഷായം. തുളസി പൂജയ്ക്കായി മാത്രം ഉപയോഗിക്കുന്നൊരു ചെടിയല്ല. നമ്മൾ വീട്ടമ്മമാർക്കറിയാം അതൊരു ഔഷധമാണ്. ആയുർവേദത്തിൽ പണ്ടുകാലം മുതൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് പ്രധാനപ്പെട്ടൊരു സ്ഥാനം എടുത്തിരുന്നു. ഇതെങ്ങനെ തയ്യാറാക്കാം? ഒരു ചായകപ്പിനായി 10 തുളസി ഇലകൾ, കുറച്ച് ജീരകം, കുറച്ച് ഇഞ്ചി ഇവയെല്ലാം 2 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് വറ്റിക്കുക. അവസാനത്തിൽ കുറച്ച് കുരുമുളക് പൊടിച്ചും തേൻ വേണമെങ്കിൽ അല്പം മാത്രം ചേർക്കാം. ഇത് മാർക്കറ്റിലെ കഷായ പേപ്പറുകൾ പോലെ ആകില്ല, ഇത് അനുഭവപ്പെടും. ആദ്യമായി കഴിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ 6 പേരുള്ളൊരു സെക്യൂരിറ്റി ടീം വർക്ക് ചെയ്യുന്ന പോലെ ഫീല് വരും. ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്നതോടൊപ്പം ചുമ, തൊണ്ടവേദന, കഫം തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പല രോഗങ്ങൾക്കെതിരെയും ചെറുത്തു നിൽക്കാൻ ഈ ഒറ്റ ഔഷധം മതിയായിരിക്കും. ഇത് ദിവസവും 1 കപ്പ് രാവിലെ കുടിക്കുന്ന ശീലം കുട്ടികളിലും നിങ്ങളിലും വളർത്തിയെടുക്കുക. അടുത്തതായി ഇഞ്ചി കഷായം. ഇഞ്ചി നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ നിത്യസഹായി. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ 5-7 മിനിറ്റ് വരെ വേവിക്കുക. അതിലേക്ക് കുറച്ച് തേയിലപ്പൊടി ചേർക്കുകയും അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി കൂടെ ചേർക്കുക. അല്പം മധുരത്തിനായി 1 ടീസ്പൂൺ തേൻ കൂടെ ചേർക്കാവുന്നതാണ്. ഇത് നല്ല ചൂടോടെ കുടിക്കുന്നതാണ് ശരീരത്തിന് ഉത്തമം. ഇഞ്ചി കഷായം കുടിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിലൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടും. ഉറങ്ങുന്ന ശരീരത്തിനുള്ള വേക്കപ്പ് കോൾ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. രോഗപ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അവസാനമായി പറയാൻ പോകുന്ന കൂട്ടാണ് നാളികേര വെള്ളവും ചെറുവേനും. സ്വീറ്റ് ബട്ട് സ്ട്രോങ്. കേരളത്തിൻ്റെതായ സ്വന്തം നാച്ചുറൽ ഡ്രിങ്ക്. നാളികേര വെള്ളത്തിൽ പൊട്ടാഷ്യം, മഗ്നീസിയം, സോഡിയം എന്നിവ കൂടുതലായുമുണ്ട്. ഇത് ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മാറ്റുന്നു, അതുപോലെ തന്നെ ശരീരത്തെ കൂളാക്കുന്നു. നാളികേര വെള്ളത്തിൽ 1 ടീസ്പൂൺ തേൻ ചേർക്കുക. ചൂടായ വെള്ളമല്ല, തണുത്തുന്നു ഫ്രഷായ ഡസ്റ്റ്. ഇത് സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തോന്നുമെങ്കിലും കുടിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിനകം ശരീരത്തിലൊരു കാം എനർജി അനുഭവപ്പെടും. ചെറുതേൻ ചേർത്തതുകൊണ്ട് ഇതിനോട് കൂടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണം കൂടി ലഭിക്കുന്നു. തൊണ്ടയിൽ ഏത് തരത്തിലുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ പോലും ഇത് നല്ല സൂതിങ് ഡ്രിങ്ക് ആയിരിക്കും. അതെ, ഇവയെല്ലാം നമ്മൾ കേട്ടതും കണ്ടതും ഇന്ന്. പക്ഷെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഒന്ന് മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ല. ഇവ കുടിക്കുന്നത് ജീവിതത്തിലൊരു ഭാഗമാകാൻ ശ്രമിക്കുക. സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപാട് പേരുമായി ഇടപഴകുന്നവർക്കും ഇത് ഡെയിലി കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.